ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാമോ? നമ്മുടെ വീടിൻ്റെ അടുത്തേ ഒരു അമ്പലമുണ്ട്, കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നു എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് തോന്നിയേ. അപ്പം ഞാൻ ഓർത്തെന്നാൽ ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് ഓർത്ത്. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ ഫ്രണ്ടുണ്ട്, അവളുടെ പേര് അമിത എന്നാണ്. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-20 മിനിറ്റേ ഉള്ളൂ അമ്പലത്തിലേക്ക് പോകാനായിട്ട്. അപ്പം അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഷോർട്ട് കട്ട് ചാടി പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് അധികം മഴയൊന്നും ഇല്ലായിരുന്നു, മഴയൊക്കെ തോർന്ന് നിൽക്കുന്നൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അടുത്ത മഴ പെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് എത്താമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ദേ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ ഞാൻ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവളും ഞാനും കൂടെ ഒരുമിച്ച് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നടക്കുവാണ്. അപ്പം ഞങ്ങളൊരു ഷോർട്ട് കട്ട് ചാടിയാണ് പോകുന്നത്. അപ്പം ഇതാകുമ്പോൾ കുറച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞാണ് അവളെന്നെ കൊണ്ടുപോകുന്നത്. പക്ഷെ കുറേ നടന്നു. ഇതേ അവസാനം നമ്മൾ തേണ്ട മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് നടന്നാൽ മതി നമ്മുടെ അമ്പലത്തിലേക്ക്. ഇതേ നടന്ന് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങിയത്. നമ്മൾ പ്രതീക്ഷിക്കാതെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതേ അമ്പലത്തിലെത്തുമ്പോഴത്തേനും പെരുമഴയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് മഴ കുറയുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഒരു സ്റ്റേജ് പോലെ ഒരു ഇത് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം മഴ കുറയട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറേ നേരം നിന്നിട്ടൊന്നും മഴ കുറയുന്ന ലക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ അമ്പലത്തിലേക്ക് നടന്നു. അതിൻ്റെ ഫുൾ വെള്ളമായി. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം മഴ പെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതേ നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി റെസിപ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോൾ റെസിപ്റ്റൊക്കെ എടുത്തിട്ട് ദേ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അമ്പലത്തിനുള്ളിൽ ചെന്നപ്പോഴത്തേനും അവിടെ നട അടച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ദേ അമ്പലത്തിനുള്ളിൽ കയറി നമുക്ക് പ്രസാദമൊക്കെ കിട്ടി നമ്മൾ വേണ്ട വലം വെക്കുവാണ്. അപ്പോൾ ആ സമയമൊക്കെ എത്തിയപ്പോഴേക്കും നന്നായിട്ട് മഴ തോർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. നമുക്ക് കുറച്ച് നേരം അവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തേ. ഇതാണ് അമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു കാഴ്ചയാണ് കാണുന്നത്. ഫുൾ പച്ചപ്പാണ്. ഇത് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമുക്കൊരു സമാധാനമായിട്ടുള്ളൊരു ഇതാണ്. അധികം ഒച്ചയില്ല, ബഹളമൊന്നും ഇല്ലാത്തൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യും. അപ്പോൾ അതേ നമ്മൾ കുറച്ച് നേരം വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നടക്കുവാണ്. അപ്പോൾ മഴ ഇച്ചിരി തോർന്ന് നിൽക്കുന്ന ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ വേണ്ട ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇവിടെ ഫുൾ വെള്ളമാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാമായിരുന്നു. ഇപ്പോൾ അമ്പലത്തിൽ എന്തോ പണി നടക്കുവാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്തൊക്കെയോ സംഭവമൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇത് കണ്ടോ, കുറച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാൻ നല്ല രസമുള്ള നല്ല പച്ചപ്പാണ്. ഇതുപോലെ തന്നെയാണ് നേരിട്ട് കാണുമ്പോൾ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് മഴയൊക്കെ തോർന്ന സമയമായപ്പോഴത്തേനും നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ വേണ്ട തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ അതേണ്ട എനിക്ക് കടയിലൊക്കെ കയറണമായിരുന്നു കുറച്ച് സാധനം മേടിക്കാൻ. ഞാനൊക്കെ സാധനമൊക്കെ മേടിച്ചു. അവൾ തിരിച്ച് വീട്ടിലും പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.